മള്ളു നമാഡ് വ്ളോഗ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തോട്ടാണ് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത്. വയനാട് ചുരം കയറിയ ഉടനെ തന്നെയുള്ള ഒരു വൈത്തിരിയിലെ ഒരു മിസ്റ്റ് റിസോർട്ടിലോട്ടാണ്. ഇത് എടുത്ത് പറയേണ്ടത് നമ്മുടെ പ്രവാസികളായ ആളുകൾക്കാണ് കേട്ടോ അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും. അത്രയും പ്രൈവസിയും, കാരണം ഓർമ്മകൾക്ക്, ഫോട്ടോ ഷൂട്ടുകൾക്ക്, കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റായ ഒരു സ്ഥലമാണത്. ഞാൻ ഈ റിസോർട്ടിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നും പറയുകയല്ല, ഞാൻ അവിടെ പോയി സ്പെൻഡ് ചെയ്ത കാര്യങ്ങൾ, എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളുമാണ് നിങ്ങളോട് പറയുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കൂടുതൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും വർണ്ണിക്കുന്നില്ല. നമുക്ക് ആ കൊടുത്ത കാശ് മുതലാകുന്ന രീതിയിലുള്ള ഒരു കാഴ്ചകളും ഒരനുഭവങ്ങളുമാണ് എനിക്കവിടെ സമ്മാനിച്ചത്. ഓരോ സീസണിലും ഓരോ റേറ്റുകളാകും. അവിടുത്തെ നമ്പറുകൾ, കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ കിട്ടും. അവർ മുൻകൂട്ടി അറിയിക്കും, അതിനനുസരിച്ച് ചെയ്യുക. എനിക്ക് എൻ്റെ സ്നേഹിതൻ മുഖാന്തരം ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഗേറ്റിൽ വന്നപ്പോൾ എല്ലാം മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ പോയി പേര് പറഞ്ഞു കൊടുത്ത് ഉടനടി തന്നെ എനിക്ക് ഉള്ളിൽ കയറാൻ കഴിഞ്ഞു. വളരെ ഫ്രണ്ട്ലി ആണ് കേട്ടോ. എല്ലാ സ്റ്റാഫാകട്ടെ ഒക്കെ നമ്മളെ വളരെ നമുക്ക് അനുസരിച്ച് വരും. ഏത് തരത്തിലുള്ള ആളുകൾ വന്നാലും അത് സ്വീകരിക്കാനുള്ള ട്രെയിനിങ് കിട്ടിയ സ്റ്റാഫുകളാണ്. നമുക്കൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. നല്ല അകത്ത് കയറിയപ്പോൾ തന്നെ മകള് ബെഡിൽ കയറി കിടന്ന് ഇതല്ലേ ഈ ബാക്ക് ഭാഗമൊക്കെ നല്ല കാട് പിടി, കാരണം ഏക്കറ കണക്കിന് സ്ഥലത്ത് ചുറ്റുഭാഗം കാടുകളാണ്. നമുക്ക് ആ ഒരു സ്റ്റേ ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ ചെറിയ പേടിയൊക്കെ ഉള്ള മക്കൾക്കൊക്കെ നല്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ മകള് സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടണം എന്ന് പറഞ്ഞ ആവേശത്തിൽ പോവാണ്. കാരണം നല്ല തണുപ്പാണ് വെള്ളം. ഞാൻ പറഞ്ഞു നമുക്കത് കുറച്ച് ഉച്ച സമയത്ത്, അപ്പോൾ വൈകുന്നേരം ശേഷം 3:30-4 മണി ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ല തണുപ്പായിട്ടുണ്ട്. പക്ഷേ മോൾക്ക് ഇപ്പം തന്നെ പോകണം എന്നുള്ള, പിന്നെ മക്കളെ വാശികൾക്ക് മുന്നിൽ നമ്മളൊന്നുമല്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങിയതാണ്. നല്ല സന്തോഷത്തിലാണ്. അങ്ങനെ വെള്ളത്തിലോട്ട് ഇരുത്തി വെള്ളം കാല് തൊട്ടപ്പോൾ തന്നെ, ആ തണുപ്പടിച്ചപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ഇത് പിടുത്തം വിടുന്നു. അങ്ങനെ പെട്ടെന്ന് കയറി സ്വിമ്മിംഗ് പൂളിൽ നിന്ന് പാവം കയറി. കുറച്ച് സമയം അവിടെ അങ്ങനെ ചിലവഴിച്ച് നേരെ റൂമിലോട്ട് പോയി. അവിടെ നിന്ന് ഫ്രഷായി ഫുഡ് കഴിക്കാനും ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. ക്യാമ്പ് ഫയറിന് ഒക്കെ പോയി അങ്ങനെ. അപ്പം ഈ സമയത്ത് അവിടെ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്, ആളുകൾ കുറച്ച് കുറവായിരുന്നു. പിന്നെ ഞാൻ സ്പെഷ്യലി ഒരു എമർജൻസി നാട്ടിൽ നിന്ന് പോയ സമയത്ത് എൻ്റെ ഫ്രണ്ട് മുഖാന്തരം എനിക്ക് അവിടെ ബുക്കിംഗ് കിട്ടിയതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. പക്ഷെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റി, കാരണം നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫാമിലിയായിട്ട്. രാവിലെ ഇനി ട്രക്കിംഗ് ഉണ്ട്. ഫുഡ് ഈ സ്ഥലമൊക്കെ ഉണ്ടല്ലോ നല്ല അതിമനോഹരമാട്ടോ. ഞാൻ ഈ പെട്ടെന്ന് എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ഈ ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ. കാരണം നിങ്ങൾക്കൊരു നല്ലൊരു ഫോട്ടോഗ്രാഫറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായ ഷൂട്ടിങ് ചെയ്യാൻ പറ്റിയ ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണത്. ഞാൻ ആ കിട്ടിയ സമയത്ത് ആ സാഹചര്യത്തിനനുസരിച്ച് എടുത്തൊരു വീഡിയോ ആണത്. ആ എടുത്ത സമയത്തൊന്നും ഞാനിങ്ങനെ ഇത് ഒരു ചാനലിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എടുത്ത ഒരു വീഡിയോ ഒന്നും അല്ലായിരുന്നു. ഫുഡ് കുറച്ചും കൂടിയൊക്കെ വെറൈറ്റി ആക്കണമെങ്കിൽ നമുക്ക് വരുന്ന വഴിക്ക് അവിടെ വാങ്ങിയിട്ട് റൂമിൽ നിന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെയും പറ്റും കേട്ടോ. ഞാനൊരു നിർദ്ദേശം പറഞ്ഞെന്നുള്ളൂ. പക്ഷേ രാവിലക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. സത്യം പറയാം, അത് നമ്മളെ ഈ ബുക്കിങ്ങിൽ അത് ഇൻക്ലൂഡാണ് കേട്ടോ. പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മകളെ ഒത്ത് ഇങ്ങനെ കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് ഇങ്ങനെ ഇരുന്നു. രസമാണ് ഈ സമയത്ത് മക്കളുടെ അടുത്തൊക്കെ. നമുക്ക് പ്രവാസികൾക്കായി നമുക്ക് എപ്പോഴും വരെ കൂടെ ഒന്നും കഴിയാൻ ഉള്ളൊരു ഭാഗ്യം ഇല്ലല്ലോ. ഇത് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. രാത്രിയിലുള്ള ആംബിയൻസ് വളരെ ഇത് ഫാമിലി മൊത്തമുള്ളതായതുകൊണ്ട് ഞാൻ അവരെ കഴിയുന്ന ഈ കാട്ടിലൂടെയുള്ള യാത്രകളെ അവിടെ ഒഴിവാക്കിയാണ്. പക്ഷേ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഒത്തിട്ടുള്ള ഒരു എൻജോയ്മെൻ്റൊക്കെ ഉള്ള സമയത്തിന് പറ്റിയ ഒരു സ്ഥലമാണത്. രാത്രി സമയത്തുള്ള ഈ പുറത്തുള്ള ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നടക്കാനും നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പ്, കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ഒത്തുകൂടുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയ ഒരിടാണത്. കാരണം ഒത്തിരി സ്ഥലമുണ്ട്. രാത്രികളിൽ കാട്ടിലൂടെ എല്ലാ സജ്ജീകരണങ്ങളും, ഒരു പേടിയും പേടിക്കണ്ട. സംഭവം മൃഗങ്ങളും കാര്യങ്ങളൊക്കെ പരിസരത്ത് ചുറ്റുവട്ടത്തൊക്കെ ഉള്ള ഏരിയയാണ്. കാരണം അത്രയും വലിയ കാമ്പൗണ്ടും കാര്യങ്ങളും അതിനുള്ള സുരക്ഷ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും പേടിക്കാനില്ല.
അങ്ങനെ തിരിച്ച് ഞങ്ങൾ റൂമിലോട്ട് എത്തി. ഏകദേശം രാത്രി 10-10:30 ആയപ്പോൾ തന്നെ മകള് ആ പുറത്തെ ബാൽക്കണിയിൽ കയറിയിട്ട് നല്ല ഉഷാറായിട്ടേ. ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നു കേട്ടോ, കാരണം ഈ നമ്മുടെ ആ ബാൽക്കണിയുടെ പിറകുവശത്ത് നല്ല കാടുകളാണ്, നല്ല കൂരുള്ള സ്ഥലങ്ങളായിക്കൊണ്ട് തന്നെ നമുക്ക് ചെറിയ പേടിയൊക്കെ ഉള്ള മക്കൾക്ക് കുറച്ചൊരു ആത്മധൈര്യത്തിനും ഒരു കോൺഫിഡൻസിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മക്കൾക്കുള്ള അവരുടെ ജീവിതത്തിലുള്ള ഒരു മെച്യൂരിറ്റി അവർക്ക് നമുക്കത് മുതലാവും. അത് അപ്പോൾ രാവിലെ ട്രക്കിങ്ങിന് പോകണം. ട്രക്കിങ് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ഫോട്ടോഷൂട്ട് ഒരു കാട്ടിലൂടെ പോകാനുണ്ട്, അത് നമുക്ക് കാണാം വീഡിയോയിൽ. അപ്പോൾ ഓക്കെ, നാളെ രാവിലെ നമുക്ക് കാണാം ആ മനോഹരമായ സ്ഥലത്തോട്ടുള്ള യാത്ര. അങ്ങനെ അങ്ങോട്ടുള്ള യാത്രയാണ് കേട്ടോ. മകളാണ് ബാക്കിലുള്ളത്. നമ്മുടെ തൊട്ട് മുന്നിൽ നമ്മുടെ ഗൈഡ് മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ കാട്ടിലൂടെ. എന്ത് പ്രശ്നങ്ങളും തരണം ചെയ്യാനുള്ള ആളുകൾ നമുക്ക് നമ്മളെ കൂടെ ഇവരുണ്ടാവും. പിന്നെ നമുക്ക് യാതൊരു പേടിയും പേടിക്കാനില്ല. കാരണം ഈ സമയം ഇതൊന്നും നമ്മൾ പറഞ്ഞ് നിങ്ങളോട് വർണ്ണിക്കാൻ കഴിയാത്ത ഒരു ഫീലിംഗാണ് ആ കാട്ടിലൂടെയുള്ള ഈ യാത്ര. ഒരു ചാനലൊക്കെ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അത്. യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടൽ നടത്തുന്ന ആളുകൾക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. അതിമനോഹരമായ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്ഥലം. ഹണിമൂണൊക്കെ ആഘോഷിക്കുന്ന ആളുകൾക്ക് ഫസ്റ്റ് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് തേയിലത്തോട്ടവും. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ഇതിനൊക്കെ അപ്പുറം അതിമനോഹരമായൊരു സ്ഥലമുണ്ട്. ഒരു ആൽബമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക് കാണാം. ഞാൻ പിന്നെ അധികം വർണ്ണിക്കാതിരിക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ ബാംഗ്ലൂരിലൊരു ഫ്രണ്ടും കൂടി കിട്ടും. പുള്ളി ഫാമിലിയുമായിട്ട് വന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അത്ര മനോഹരമാണ് അവിടെ നിന്ന് കൊണ്ടുവന്നത്. ഇതൊക്കെ അവിടെ നമ്മളൊരു ദിവസം പോയി നിന്ന് പെട്ടെന്ന് പോരരുത്. തിരിച്ചവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തുകൊണ്ട് ഈ പ്രകൃതി ഭംഗി നമ്മൾ ആസ്വദിക്കുക തന്നെ വേണം. എന്നാലേ നമുക്ക് അതിൻ്റെ ആ ഒരു ജീവിതകാലം മുഴുവൻ അതിൻ്റെ ഓർമ്മകൾ നമ്മളങ്ങനെ നിൽക്കുള്ളൂ. ഇതാണ് നമ്മുടെ സ്നേഹിതൻ കേട്ടോ, ബാംഗ്ലൂരിലുള്ളതാണ്. മകൾക്ക് അങ്ങനെ തേയില തോട്ടത്തിനുള്ളിൽ നിന്ന് റീൽസ് ഇങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞപ്പം അങ്ങനെ തേയിലത്തോട്ടത്തിനുള്ളിലോട്ട് പോയതാണ്. ഇവിടെ നിന്നൊക്കെ നല്ലൊരു റീൽസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി വൈബ് സ്ഥലമാണത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും നിങ്ങൾ നോക്കണ്ട, കാരണം ഇത് പെട്ടെന്നുള്ളൊരു വീഡിയോ ഇങ്ങനെ ഓർമ്മകൾക്ക് വേണ്ടി എടുത്തു എന്നുള്ളൂ. അതൊന്നും എനിക്കിങ്ങനെ ചാനൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്, മകൾക്ക് ഇങ്ങനെ ഇവിടുന്ന് റീൽസ് ഉണ്ടാക്കണം എന്ന് താല്പര്യമുള്ളത് കൊണ്ട് ഇങ്ങനെ എടുത്തു എന്നുള്ളൂ.